ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ആൻഡ് ഇതൊരുമാതിരി എവിടെ നിന്ന് തുടങ്ങിയ വ്ളോഗാണ്, ബട്ട് സ്റ്റിൽ ഹായ്. ഞാനിന്ന് വ്ളോഗ് തുടങ്ങണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പെട്ടെന്ന് തോന്നി തുടങ്ങാം, പോവുകയാണെങ്കിൽ പോട്ടെ. സോ ഇന്നലെ രാത്രി ഞാൻ ഡെവിൾസ് വെയർ പ്രാഡ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ സുറുവിടൊപ്പം നിന്നു, അതിപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ പോവാണ്. ആൻഡ് ലൈഫ് ഇസ് പ്രിറ്റി ബേസിക് റൈറ്റ് നൗ ആൻഡ് ഐ റിയലി ഡോണ്ട് നോ. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ഗ്രോസറീസ് വാങ്ങാൻ പോയതാണ് ഞാൻ. ഇപ്പോൾ ഞാനൊരു ഹെൽത്തി മീൽ പ്ലാനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ടിൽ സാറ്റർഡേ എല്ലാ ദിവസവും 3 മീൽസും വരുന്നുണ്ട്. ഇറ്റ്സ് മീൻ ജസ്റ്റ് 1 ഡേ. ഓക്കെ, അപ്പോൾ അറിയില്ല. ഇന്ന് കുറച്ച് പ്ലാനുണ്ട്. ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ആൻഡ് റൂം കാണാൻ പോക്ക്, അതുപോലെ കുറേ അഡൾട്ടിങ് പരിപാടീസ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ വെർ ഇറ്റ് ഗോസ്. ദ മൂവി വാസ് പ്രിറ്റി ഗുഡ്. ഐ മീൻ ഭയങ്കര ഒരു സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനൊരു സാധനം. ആൻഡ് എൻ്റെ രാത്രി നല്ല ലേറ്റായി, 2 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ. സോ യാ, ഐ എം ഹെഡിങ് മൈ വേ ബാക്ക് ടു മൈ റൂം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ആൻഡ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ബാക്കി പരിപാടീസ്. ഓക്കെ, അപ്പോൾ നല്ല വെയിലാണ്, അടിപൊളി വെയിലാണ്. ഞാൻ വന്ന സമയത്തെ പോലത്തെ ക്ലൈമറ്റേ അല്ല, ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതിലും കൂടാനാണ് ചാൻസ്. അപ്പോൾ ടുഡേ സാറ്റർഡേ പോയതേ പറഞ്ഞില്ലെങ്കിൽ. ഞാൻ കുറേയൊന്നുമില്ല, എല്ലാ ദിവസവും രാവിലെ ഒരു 10,000 സ്റ്റെപ്പ് കഴിക്കണം എന്നൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ ചെയ്തു. ബട്ട് ലെറ്റ് സി, ബിക്കോസ് വീക്കെൻഡ്സ് നമുക്ക് പിന്നെ വരണം. എൻ്റെ ഫുഡ് കാണിച്ചു തന്നില്ലല്ലോ. ദിസ് ഇസ് മൈ ഫുഡ്, ഓട്ട് മീൽ ആൻഡ് കോഫി, ദാൽ. ഇതൊരു സാധനമൊന്നുമില്ല കേട്ടോ. ആക്ച്വലി നമ്മുടെ മറ്റേ റോട്ടീസ് ഫയർ നമ്മുടെ ഡിന്നർ. ഓക്കെ, പക്ഷെ ഞാൻ അതെടുത്തു, കാരണം എനിക്കറിയില്ല, എനിക്ക് വിശന്നാലോ എന്നൊരു വിശപ്പിൻ്റെ ഒരു സംശയം ഉള്ളത് കൊണ്ട് എടുത്തതാണ്. എന്നാവും ഞാൻ ഓക്കെ ജാനോ കണ്ടുകൊണ്ടിരിക്കില്ല, കണ്ടു തുടങ്ങി, അറിയില്ല, കണ്ടു തീർക്കും ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ ദോ ദിവാനെ എക് ഷെയർ മേ കണ്ടു കഴിഞ്ഞ ദിവസം. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ 1:30 ഇന്നലെ ഓഫീസ് ഉണ്ടായിരുന്നല്ലോ. സോ ആഫ്റ്റർ വർക്കാണ് ഞാൻ പോയത്. ആൻഡ് എനിക്ക് റെഡി ആവാനൊന്നൊരു മൂഡുണ്ടായിരുന്നില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് ഉറക്കം വന്നു. പക്ഷേ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് അവളുടെ വീട്ടിൽ തിരിച്ചു പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എനിക്ക് എൻ്റെ സ്ഥലമല്ലാത്തതുകൊണ്ട് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കറിയില്ല. പിന്നെ എന്താണ് ഇന്നിപ്പോൾ തലയോ മുടി ഹെയർ വാഷ് ഡേ ആണ്. ബാക്കി തുണിയൊക്കെ വാഷ് ചെയ്യാനിട്ടു. പിന്നെ എന്താ, റൂം ക്ലീൻ ചെയ്യണം. റൂം ഈസ് ലുക്കിംഗ് ലൈക്ക് എ കച്ചറ. പിന്നെ എൻ്റെ ഫേക്ക് നെയിൽസൊക്കെ പറഞ്ഞു പോകുന്നു. ദിസ് ഇസ് മൈ റിയൽ നെയിൽസ്. നീളമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പറിച്ചെടുക്കുന്നതിനൊപ്പം അതും പോയി. പിന്നെ ഫുൾ ഡാമേജാണ്. ഞാൻ ഈ വീക്ക് ഇനി ചെയ്യണോ വേണ്ടെന്ന് ആലോചിക്കുക. കാരണം നെക്സ്റ്റ് വീക്ക് വി ഹാവ് എ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് അതിന് ചെയ്താൽ മതിയോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. പിന്നെ എന്താ അറിയില്ല. ആൻഡ് യു നോ വാട്ട്, ദ വിയേർഡ് കൈൻഡ് ഓഫ് ഫീലിംഗ്. ബട്ട് ബിഫോർ ദാറ്റ് എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തു, ഞാൻ ഫുഡ് കഴിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ആൻഡ് ഐ എം സ്റ്റിൽ വാച്ചിങ് ദ മൂവി. എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ലൈഫിൽ ഈ പോയിന്റിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എനിക്ക് എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കൂ, എന്തൊരു പ്രത്യേകമായൊരു വിയേർഡായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. എസ്പെഷ്യലി ഞാൻ എൻ്റെ ഡീപ്പസ്റ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യണേ, എൻ്റെ തോട്ട്സൊക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം ഒരാൾ തല്ലാൻ വന്നാൽ ഞാൻ തിരിച്ചു പറയാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ അങ്ങനെ പറയുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫോൺ മേടിച്ചു, എനിക്ക് പേടി വന്നു. അതുപോലെ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യണം, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഐ വാസ് ദറ്റ് സെയിം പേഴ്സൺ. എപ്പോഴും ഒരാൾ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഒരാളെന്നല്ല, ആൾക്കാർ. പക്ഷെ ഇപ്പം എനിക്ക് ആരും വേണ്ടാന്നല്ല, പക്ഷേ അറ്റ് ദിസ് സ്റ്റേജ് ഐ തിങ്ക് എനിക്ക് ആരോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശക്തിയില്ല. ലൈക്ക് എനിക്കറിയാം ഇത് ഭയങ്കര ഒരു ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് എന്നെ തന്നെ കുറേ സമയത്ത് മനസ്സിലാവില്ല. ഞാൻ ഇപ്പോൾ തെറപ്പി എടുക്കുന്ന സമയത്തും ഞാൻ എൻ്റെ തെറപ്പിസ്റ്റിനോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം, എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ചില സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ചില സമയത്ത് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചില സമയത്ത് എനിക്ക് എൻ്റെ ബോഡി ഭയങ്കര വീക്കായി പോകും. ചില സമയത്ത് പലരും വേണമെന്ന് തോന്നും. പക്ഷെ ഇപ്പം എനിക്ക് ആ പലരും വേണമെന്നുള്ള തോന്നൽ പോയി തുടങ്ങി. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത് എനിക്ക് അഹങ്കാരമാണ്, തലക്കനമാണ്, ഹെഡ് വെയ്റ്റ് ആണ് എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നുമല്ല. ഐ തിങ്ക്
എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനൊക്കെ എന്താ ആൻസർ പറയേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ എന്തിനാണ് ഞാൻ ഷെയർ ചെയ്യണതെന്ന് വെച്ചാൽ, ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യവും എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ ഈ ഫീലിങ്സൊക്കെ ഒന്നും എല്ലാവർക്കും ഉണ്ടെന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം പലവരും ഇത് പറയില്ല, പലവരും വിചാരിക്കും അങ്ങനെ ഇങ്ങനെ. ഇതിപ്പോൾ എന്നോടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ പറയണം. പറഞ്ഞത് എനിക്കിങ്ങനെ ഉണ്ടെങ്കിൽ പലവരും ഇതുകൂടെ പോണവരുണ്ടാവും. ആൻഡ് ചിലവർ വിചാരിക്കും എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നാണ്. പക്ഷെ അത് നിങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. പലർക്കും ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രശ്നമല്ല, ഇറ്റ്സ് ജസ്റ്റ് ഇവോൾവിങ്. ഓക്കെ, ഐ ഗെസ് ഇറ്റ്സ് ദാറ്റ്. ആൻഡ് സംടൈംസ് ഇറ്റ് ഫീൽസ് വെരി ഹെവി ആൻഡ് ഡിഫറെൻറ്റ് ആൻഡ് വാട്ട് ടു ഡു. ലൈഫ് അങ്ങനെയല്ലേ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നേരം മുന്നേ ഒന്ന് ആലോചിക്കാറ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ച് ചെയ്യണ വീഡിയോസ് നിർത്തിയാലോ എന്നുള്ളത്. കാരണം റീച്ച് കേടുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, 8 വർഷമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീച്ച് മാത്രം നോക്കിയിട്ട് ഞാൻ നിർത്താനാണെങ്കിൽ ഞാൻ പണ്ടേ നിർത്തേണ്ട ആളാണ്. നിങ്ങൾ കാണുന്ന രൺവീർ അലവാദിയും സാറാ സറൂഷും മലയാളത്തിലുള്ള തനി മലയാളിയും ഉണ്ണിമായും എല്ലാം തുടങ്ങിയ സമയത്താണ് ഞാൻ തുടങ്ങിയതാണ്. എൻ്റെ റീച്ച് കയറിയില്ല. മേ ബി ആൾക്കാർ പറയാം നിൻ്റെ കണ്ടൻറ്റ് നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കാം, നിൻ്റെ അതായിരിക്കാം എന്തോ ആയിക്കോട്ടെ. ഒരു കണക്കിൽ നോക്കിയാൽ ഇതൊക്കെ കാരണം എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ കുറേ സംസാരവും എല്ലാം മരണം പലതിലും പറയണ പോലെ. അതുകൊണ്ട് ചില സമയത്ത് ഈ തോട്ട് എപ്പോഴും എനിക്ക് വരാറുണ്ട്, ഞാൻ നിർത്തും. പക്ഷേ എനിക്കെന്തോ നിർത്താൻ പറ്റുന്നില്ല. കുറേ കാലങ്ങളായില്ലേ. കാരണം ഇന്നെനിക്കുള്ള ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും കുറേയൊക്കെ ഇത് കൂടെ തന്നെ കിട്ടിയതല്ലേ. എനിക്കുള്ള കോൺഫിഡൻസും എല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കിട്ടിയിട്ടുള്ളതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് നിർത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ 8 വർഷത്തിന് മുകളിലായി ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൾക്കാരോട് പറയുമ്പോൾ ഇത്ര കാലമായോ? എത്ര കാലമായി? സോ വാട്ട് ഇത്ര കാലമായെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞാൻ അന്ന് തുടങ്ങിയ ഞാനല്ല ഇന്ന്. എന്തുകൊണ്ട് എനിക്ക് എന്തൊക്കെ കിട്ടിയാലും എനിക്കറിയില്ല ഇതിനൊന്നും ആൻസേഴ്സ്. കാത്തിരുന്ന് ഞാൻ ലേറ്റാണ്. അങ്ങനെ ഇന്നും ഞാൻ ലേറ്റാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി തിരിച്ചു പോകണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ അറിയില്ല, ഓരോ ഹിറ്റ് വരുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും പോകണം. ടാബ്ലറ്റൊന്നുമില്ല, എനിക്കറിയില്ല ഇപ്പോൾ എന്താ പറയേണ്ടത്. എനിക്കൊന്നും പറയുന്നില്ല. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും വന്നത് ടാക്സിയിൽ, ഞാൻ തിരിച്ച് ട്രെയിനിനും പോയിരിക്കുന്നുള്ളത്. അതർവൈസ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ. സോ ദിസ് മൈ ലഞ്ച്. ഞാൻ ഇത്ര ഹെവിയൊന്നും കഴിക്കാറില്ല, പക്ഷേ ഇത് ഉച്ചയ്ക്കിൻ്റെ ബാക്കിയാണ് കേട്ടോ. ചിക്കൻ, രാജ്മ, റൈസ് ആൻഡ് സെസമേ സീഡ്സ്, പച്ചക്കറി. ഞാൻ എൻ്റെ ഓക്കെ ജാനു കണ്ടു തീർക്കട്ടെ. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ശ്രാവന്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകണേ. പിന്നെ എനിക്ക് ചെറിയൊരു ഗിൽട്ട് ഉണ്ട് ആക്ച്വലി. ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു ആപ്പിളും ഒരു കോഫിയും കുടിച്ചു. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ചെറിയൊരു തലവേദനേൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് മൈഗ്രൈൻ്റെയും സൈനസിൻ്റെയും പ്രശ്നങ്ങളുണ്ടെന്ന് പണ്ട് തൊട്ടേ കാണുന്നവരാണെങ്കിൽ അറിയാം. അതുകൊണ്ട് എനിക്ക് കഴിക്കാണ്ട് പോകൽ ഈസ് എ ബിറ്റ് ഓഫ് എ റിസ്ക്. ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി 8:40, 8-9 ഒക്കെ ആയി. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പോയാൽ ഇടയിൽ അങ്ങനെ സൈനസ് ഹീറ്റായി പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കത് വന്നാൽ പിന്നെ കണ്ണ് കാണില്ല. അതുകൊണ്ട് ജസ്റ്റ് ഹാവിങ് ആൻ ആപ്പിൾ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് തല കുളിച്ചിട്ടോ യൂഷ്വൽ പരിപാടികളൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഗിൽട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പോൾ അതൊക്കെ ചെയ്താൽ എനിക്ക് ഇടയിൽ വെച്ച് നിൽക്കേണ്ടി വരും. കാരണം ഞാനൊരു ഭയങ്കര വലിയ രോഗിയൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ എനിക്ക് ചെറിയ കാര്യങ്ങളാണ്. പിന്നെ മോർ ദാൻ ദാറ്റ് ഐ തിങ്ക് ദൈവം നോസ് and that's it. What is that idiot? ഞാൻ റെഡി ആയെന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും ഇതിന് ചാടിപ്പോരാണ്. ഈ ഫോണിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സാധനം ഉണ്ട്. ഇതിനെ കാണിച്ചു തരാമെന്ന് എനിക്കറിയില്ല. കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാഹസങ്ങൾ കാണിച്ചത്. അതിലൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ പോർട്രേറ്റ് മോഡിൽ തന്നെ പിടിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കാം. ഞാൻ പണ്ട് ആലോചിക്കാറുണ്ട് ഇത്രയൊക്കെ ടെക്നോളജിയുള്ള ഫോണൊക്കെ എന്നെ കൊണ്ട് പറ്റും. പേടിയുണ്ട് ഗായ്സ്. എനിക്ക് ഗായ്സ് വിളി തീരെ ഇഷ്ടമല്ലാത്തൊരു വാക്കാണ്. പക്ഷേ എനിക്കറിയില്ല, അതെൻ്റെ വായിന്ന് ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഹാവ് ടു സ്റ്റോപ്പ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എന്താണെന്നറിയോ, എല്ലായിടത്തേക്ക് മുമ്പ് കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോകാം. വിച്ച് നെവർ ഹാപ്പൻസ്. ഞാൻ എവിടെ പോയാലും എനിക്കൊരു എൻറ്റയർ മറ്റേ ഖാൻദാൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനം കണ്ടു. ഹാവ് ടു ഓൾവേസ് ക്യാരി ഓൾ ദീസ് തിങ്സ്. ടിഷ്യൂ പേപ്പർ, ലിപ്സ്റ്റിക്, ടാബ്ലറ്റ്സ്, ടിഷ്യൂ പറഞ്ഞാലേ വെള്ളം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. കാരണം എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇതൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തോന്നും ഈശ്വര അതൊന്നും എടുത്തില്ലല്ലോ എന്ന്. എനിക്ക് ഭയങ്കര ഒരുമാതിരി ഫീലിംഗ് വരും.
It's very bad. ഇവിടെ വീഡിയോയിൽ വരാൻ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ പറയണൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. No, she's lying. क्या बोल रहे हो मलयालम में? Blah blah blah. मेरा भी അറിയില്ല, ഞാൻ പെട്ടെന്ന് പാനിക് ആവാൻ തുടങ്ങി. പേഴ്സണൽ റീസണായിട്ടുണ്ട്. ഭയങ്കര ചൂടുമാണ്, ചെറുതായിട്ടൊരു തലവേദനൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ ഞാനൊരു പ്രസാദം വെച്ചു. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അത് എനിക്ക് എക്സിറ്റിൽ കിട്ടുന്നതാണ്. മറ്റേത് ഇറ്റ്സ് ലൈക്ക് വാങ്ങണം, 12 തരം 12 തരം നമുക്കത് മേടിക്കാനും കിട്ടും. ഉണ്ടായിരുന്നു കേട്ടോ, പ്രസാദമായിട്ട് കാണിച്ചു തരണം തോന്നി. ഭയങ്കരமான കുക്കിങ്ങിലാണ്. ഞാനിന്ന് എനിക്കും നിത്യയ്ക്കും ശ്രാവന്തിക്കും കൂടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കലാണ് പണി. ഓക്കെ, എനിക്ക് നല്ല അടിപൊളി തലവേദനയുണ്ട്. ദിസ് ഈസ് മൈ മുട്ടക്കറി. ബട്ട് ബൈ ദ വേ എങ്ങനെ ഉണ്ടാവും ദൈവത്തിന് മാത്രം അറിയാം. തലവേദന വിടാണ്ട് വെച്ചിട്ടുണ്ട്. ഇത് പൊക്കിയെന്നത് അന്ന് ലിഫ്റ്റ് ചെയ്ത്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ടേസ്റ്റ് ചെയ്ത് നോക്കൂ, അങ്ങനെയുണ്ടെന്ന് പറയും. നല്ലതാണോ? അഭിനയിക്കേണ്ട സത്യം. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ചോറും മുട്ടക്കറിയും വിളമ്പി തരണം. ഇങ്ങനെ മുറിക്കാം, നമുക്കിങ്ങനെ മുറിച്ച് കഷ്ണാക്കാം. മുറിക്കണ്ട. ഇതിപ്പോൾ എത്ര മുട്ട ഉണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6 മുട്ട ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഇസ് സോ ഡിഫറെൻറ്റ്. ഒറ്റ മിനിറ്റ്, ഫോൺ നിലത്തിടുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ വാട്ട് എവർ. ചോർ ആൻഡ് മുട്ടക്കറി. വാ, ഭയങ്കരമായിട്ട് ഓവറാവണ്ടില്ല ഞാൻ ചില സമയത്ത്. എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല, ഞാനിങ്ങനെയാണ്. ചില സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് ആണ്, ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ്. കുഴപ്പമില്ല, ഐ ഹാപ്പി. ശ്രാവന്തിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ അവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ പരിപാടിക്ക് ഇറങ്ങാണ്. റൂം ഹണ്ടിങ്. ഇപ്രാവശ്യം കുറച്ചൊരു പ്രോപ്പറായിട്ടുള്ള സ്ഥലം, ലൈക്ക് പാർട്ടിഷൻ ഒന്നല്ലാത്തൊരു സ്ഥലം. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അറിഞ്ഞൂടാ, കിട്ടുകയാണെങ്കിൽ ബെറ്റർ, അതർവൈസ് ഇവിടെ തന്നെ നിൽക്കും. ഓക്കെ, എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഇവിടെ കുറേ കുപ്പികളുണ്ട്. സോ പൈസ സേവ് ചെയ്യണതിൻ്റെ ഒരു ഏർപ്പാടായിട്ട് ഈ കുറേ കുപ്പികളെയും കൊണ്ട് look at this. How to take all these into Carrefour. ഞാൻ ക്യാൻസൽ ചെയ്തു ബിക്കോസ് ഐ ലുക്ക് ലൈക്ക് എ പാട്ട വർക്കിംഗ് മാൻ. സോ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. 20 കുപ്പി തൂക്കി പിടിച്ച് പോകണത് അത്ര ഭംഗിയുള്ള കാര്യമല്ല. എൻ്റെ ലുക്കിന് പറ്റില്ല. വാട്ടവർ, എനിക്ക് വയ്യാൻ പറ്റും. എന്തായാലും ഞാൻ റൂം നോക്കാൻ പോകണം. ഡിസൈഡഡ്. ഒരു റൂം കണ്ടു, പക്ഷേ അവർക്ക് നമ്മളെ ഇഷ്ടമായോ എന്ന് അവർ വാട്സപ്പ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യും. ഒരാളെ വിളിച്ചു, ഞാൻ റൂം കാണാൻ വരട്ടെ. നോ. അടുത്തത് വേറൊരു റൂം കണ്ടു. ഏതോ ഒരു ബോളിവുഡ് മൂവിയിൽ 2 പേര് റൂം നോക്കാൻ പോയിട്ട് ഒരുമാതിരി പഴഞ്ചാച്ചി റൂം കണ്ട പോലത്തെ ഒരു ഫീൽ. അതുകൊണ്ട് പിന്നെ അതും വേണ്ടാന്ന് വെച്ചു. ഇപ്പം എന്തിനാ അപ്പം പുറത്തിറങ്ങിയെന്ന് തന്നെ ഞാൻ മനസ്സിലാവുന്നത്. സ്നേഹയുടെ വിചാരം എന്താ അറിയോ? ദുബായ് എന്ന് പറഞ്ഞാൽ ഫുൾ മണലാണ്. അവൾക്ക് ആടുജീവിതം അറിഞ്ഞു വരിക. കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് രാത്രി പുറത്ത് പോയി. ചേച്ചി ഒറ്റയ്ക്കൊന്നും രാത്രി പുറത്തു പോയല്ലേ, വല്ലയിടത്തും പെട്ടുപോയി എന്ത് ചെയ്യും? പിന്നെ എന്തേ? അല്ല, അവിടെ ഒന്നും ആൾക്കാരൊന്നും ഇല്ലല്ലോ. നന്നായി. അവളുടെ മനസ്സിലുള്ള ദുബായ് അറബിക്കഥയും ആടുജീവിതവും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നിക്ക്. അതാണ് മെട്രോ സ്റ്റേഷൻ. ഗോഡ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല. മാപ്പ് നമുക്ക് 5 മിനിറ്റ് നടക്കാനുള്ള സ്ഥലത്തിന് 25 മിനിറ്റ് കാണിച്ചു തരും. ഇതെല്ലാം ഞാൻ പോട്ടെ. എല്ലാവരും എന്നെയത്ത് കൂടെ നടന്നിട്ട് ഒരു റൂം ഓക്കെ ആക്കിയിട്ടുണ്ട്. നല്ലതാണ്, ആക്ച്വലി നല്ലതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വ്ളോഗ്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഇസ് ദിസ്, ദ ബ്രെഡ് ആൻഡ് ഉച്ചക്കത്തെ കറി.
ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആൻഡ് ഞാൻ ആ റൂം ആക്ച്വലി ബുക്ക് ചെയ്യാൻ പോവാം. ലെറ്റ്സ് സീ യാർ, ഐ എം നോട്ട് ഷുവർ ബട്ട് देखते हैं. എനിവേ ഇതിലും വലിയ കാര്യങ്ങൾ വന്നേക്കണു പിന്നെയാണ്. അപ്പോൾ എന്തായാലും ലെറ്റ് മീ എൻഡ് ദിസ് വ്ലോഗ് ഓൺ എ ഹാപ്പി നോട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് I'll back with another video very very soon. I should, right? Yeah, stay tuned. പിന്നെ കാണാം. Bye.